ഞാനീ ഗത പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ ചിക്കൻ കാല് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടാലേ അറിയത്തില്ലേ എന്തോ ഒരു കാര്യം ഇതിനകത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ഞാനത് കഴിക്കത്തില്ല കേട്ടോ. ഞാനത് പണ്ടാണെങ്കിൽ കുക്ക് ചെയ്യത്ത് പോലുമില്ല, ഇത് തൊടത്ത് പോലുമില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. എന്നാൽ ഞാനിപ്പോൾ ചിക്കൻ കറി വെക്കുന്ന ഒരു എക്സ്പേർട്ടായിട്ട് മാറി കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഞാൻ ചിക്കൻ കറി വെക്കുന്ന ഒരാളായിട്ട് മാറിയ ഇപ്പോൾ അങ്ങനെ ഞാൻ മാറിയെടുത്തു എന്ന് വേണം പറയാൻ കേട്ടോ. കല്യാണം കഴിഞ്ഞ് അങ്ങനെയൊക്കെ നമ്മളായി തീരുമല്ലോ. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത്. ഇതൊരിക്കലും ഒരു പ്രോപ്പർ ചിക്കൻ കറിയല്ല എന്ന് എനിക്കറിയാം. ഇത് കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രം ഞാനൊരു 2-3 സവാള മാത്രം എടുത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ഞാൻ ചെറുതായി അധികം മസാലയൊന്നും ഇടാതെ ഞാൻ കുഞ്ഞിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. ഞാനാണെങ്കിൽ ഇതിനകത്തിൽ ആകപ്പാട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയും മാത്രം എടുത്തോളൂ. ചിക്കൻ കറി ഒന്നും ഇടത്തില്ല. ഇത് ശരിക്കും ഞാൻ ഫ്രൈ ചെയ്ത് കൊടുക്കാത്തത്. ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവനൊരു ശീലമാകുമല്ലോ, പിന്നെ കറി കഴിക്കത്തില്ല എന്നോർത്തിട്ടാണ്. ഇവിടെതാണ് കുഞ്ഞിന് മാത്രം മതി കേട്ടോ, കാരണം ഞാൻ കഴിക്കത്തില്ലല്ലോ. പിന്നെ ആണെങ്കിൽ ഇവിടെ വേറെ ആരും ഇല്ല കഴിക്കാൻ. അതുകൊണ്ട് ഞാനൊരു 1/2 കിലോ ചിക്കൻ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അന്നേരം ആ മസാലപ്പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ആ ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടല്ലോ, അത് മാത്രമായിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം എന്നുള്ള പ്ലാനാണ്. കാരണം ഇങ്ങനെ വഴറ്റി ഒന്ന് അങ്ങനെ കറി അല്ലാതെ ഇങ്ങനെ വഴറ്റി ഒന്ന് വെക്കുവാണെങ്കിൽ അത് 2 ദിവസത്തേക്ക് ഇരുന്നോളൂല്ലോ. കുഞ്ഞിന് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും കഴിക്കലും. പിന്നെ സ്കൂളിലാണെങ്കിൽ ഇത് അലൗഡും അല്ല. വീട്ടിൽ ഒരു ഉച്ചയ്ക്കും വൈകുന്നേരം മാത്രമേ അത് കഴിക്കാനും പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനകത്ത് കുരുമുളക് പൊടി അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ലേ. അങ്ങനെ ചിക്കൻ വേകുന്ന സമയത്തേക്ക് ഞാൻ പയ്യെ അരി അങ്ങ് അടുപ്പിലോട്ട് ഇടുമായിരുന്നു കേട്ടോ. പിന്നെ എനിക്കായിട്ട് ഞാൻ കിഴങ്ങ് മെഴുക്കുവരട്ടിയില്ലേ, അതും കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ പോലാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് സലാഡും അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ജസ്റ്റ് ഉള്ളി, കറിവേപ്പില, ഇത് കാന്താരിമുളകാണ്. അങ്ങനെ അതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി കേട്ടോ. ഇതുപോലെ ഞാനൊരു ഫ്രൈ പോലെ ഇങ്ങനെ ആക്കി എടുക്കുവാണ്. ഫ്രൈ പോലെ തന്നെ ഇങ്ങനെ ആക്കി എടുക്കുവാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കുഞ്ഞിന് ആ ഒരു ചിക്കൻ പീസും കുറച്ച് പൊട്ടറ്റോയും കുറച്ച് സലാഡും കൂടെ കൊടുത്ത് അവൻ ആ ചിക്കൻ മാത്രം കൂടി തിന്നിട്ട് നല്ലതാ സൂപ്പറാന്നൊക്കെ പറയുവാണ്. അപ്പോൾ അവൻ്റെ ഒരു സന്തോഷമല്ലേ എൻ്റെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.